വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 447, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസ് ആയതിൻ്റെ ആദ്യമായി ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ ആദ്യത്തെ സീനിൽ തന്നെ നീലു ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി പുറത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൈമോദിയുടെ വീട്ടിൽ ഹൈമോദിയും ദിയയും അവിടെ സംസാരിച്ചിരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പം നീലു ദിയോട് ചോദിക്കുന്നുണ്ട് ഓഫീസിൽ പോകാൻ പോവാണോ എന്ന രീതിക്ക്. അപ്പോൾ ഹൈമോദി തിരിച്ച് മറുപടി പറയുന്നുണ്ട് ഇവളൊന്നും ഓഫീസിൽ പോകുന്നല്ല, ഇവളെ കൊണ്ട് തോറ്റു എന്ന രീതിക്ക് മതിയായ രീതിക്ക് ഹൈമോദി സംസാരിക്കുമ്പോൾ ദിയ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരുടെ കല്യാണമാണ്, അപ്പോൾ കല്യാണത്തിന് പോവാണ് എന്ന രീതിക്ക്. അപ്പോൾ നീല് ദിയുടെ കയ്യിൽ ബാഗുള്ളത് കണ്ടിട്ട് ബാഗും കൊണ്ടാണ് നീ കല്യാണത്തിന് പോകുന്നത് എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ബാഗുമായിട്ട് തന്നെ ദിയ കല്യാണത്തിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാംകുമാറും കേശുവും പാറക്കുട്ടിയും പാടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാംകുമാർ പറയുന്നുണ്ട് പറഞ്ഞിട്ട് പോകണ്ടേ എന്ന രീതിക്ക് കേശുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ദിയ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ കേശു ദാ വരുന്നു, ചേച്ചി വരുന്നുണ്ട് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദിയ വന്ന ഉടൻ തന്നെ രാംകുമാർ നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിയ പറയുന്നത് അത് മമ്മിയായിരിക്കും, മമ്മി വിളിച്ചിട്ട് എടുത്തില്ല എന്ന രീതിക്ക്. ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോണിൻ്റെ ഒപ്പം തന്നെ 4-5 പേപ്പർ തുണ്ടുകൾ നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ കേശു അത് വേഗം താഴ്ത്തുനിന്ന് എടുക്കുന്നുണ്ട്. കള്ളം പോലീസിൻ്റെ കളിയാണ് എന്ന രീതിക്കാണ് കേശു അത് എടുക്കുന്നത്. എന്നിട്ട് വായിച്ചു നോക്കുമ്പോൾ അതൊക്കെ ബിറ്റായിരിക്കും, അതായത് തുണ്ടായിരിക്കും. എന്നിട്ട് ഇതെന്താണെന്ന് ദിയയോട് ചോദിക്കുമ്പോൾ ദിയ പറയും പഠിച്ചതൊക്കെ മറക്കാതിരിക്കാനായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചാണ്, ചെറുതായിട്ട് പേപ്പറിലൊക്കെ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരോടെല്ലാവരും ഇവിടെ അത് പറയുന്നുണ്ട്. അടുത്ത സീനിൽ തന്നെ കേശു ഈ കാര്യങ്ങളെല്ലാം വീട് നീലിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത്ര നാളെ നമ്മളെ കണ്ണി പൊടിയിട്ടതാണത് നീലുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പ്രോമോൻ്റെ അവസാനം നീലു ദിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, കേട്ടതൊക്കെ സത്യമല്ലേ, നീ സത്യം പറയാവുന്ന രീതിക്ക് ചോദിക്കുമ്പോൾ ദിയ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം ഒരു സത്യം പറയാനുണ്ട്. ദിയ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കേശു പോയിട്ട് രാംകുമാറേയും ഹൈമോദിയും വിളിച്ചിട്ട് വരുന്നുണ്ട്. അതോടെ ഒരു പ്രോമോ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഓഫീസിൽ പോകാതെ ദിയ ബാഗ് എടുത്തിട്ട് കൂട്ടുകാരുടെ കല്യാണമാണ് എന്ന രീതിക്ക് പോകാൻ നിൽക്കും. അപ്പോൾ നീലു എല്ലാവരും ചോദിച്ചിട്ടും കൂട്ടുകാരുടെ കല്യാണം തന്നെയാണ് എന്ന രീതിക്ക് ദിയ ബാഗ് എടുത്തിട്ട് പോകാൻ നിൽക്കും. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ആര് വിളിച്ചിട്ട് തന്നെ എടുക്കത്തില്ല. അപ്പോൾ രാംകുമാറൊക്കെ അവിടെ നിന്ന് പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദിയ അവിടെ നിന്ന് വരും. എന്നിട്ട് എന്തുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറയുമ്പോൾ മനഃപൂർവ്വം എടുക്കാണ്ടിരുന്നാണ് എന്ന രീതിക്കൊക്കെ ദിയ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുന്ന ഇടയ്ക്ക് കുറച്ച് തുണ്ട് പേപ്പർ, അതായത് ബിറ്റ് വെച്ച പേപ്പറുകളൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. അത് കേശു പെറുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കേശുവിനൊരു ഡൗട്ട് അടിച്ചിട്ട് കേശു കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചാണ് എന്ന രീതിക്ക് ദിയ പറഞ്ഞ് അവിടെ ഒപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം കേശു കണ്ടുപിടിക്കുന്നുണ്ട് ദിയ സപ്ലൈ എക്സാം എഴുതാനാണ് പോയത് എന്ന രീതിക്ക്. എന്നിട്ട് നീലുവിനോട് പറഞ്ഞ രാംകുമാറോടും പറഞ്ഞ് ദിയെ പെടുത്തി കൊടുക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ദിയ എന്നൊരു ക്യാരക്ടർ എങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഫുൾ നല്ല പഠിക്കുന്ന നല്ല മാർക്കുള്ള, അതായത് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ എന്ന രീതിക്കൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആദ്യം പറഞ്ഞപ്പോൾ ദിയ പറഞ്ഞപ്പോൾ എല്ലാവരും നുണയാണ് വിചാരിച്ചെങ്കിൽ രാംകുമാറും ഹൈമോദിയൊക്കെ വന്നിട്ട് സത്യമാണെന്ന് പറയുമ്പോൾ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന രീതിക്കാണ് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ദിയ ഇവരെയൊക്കെ പറ്റിച്ചതാണ് എന്ന രീതിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതായത് രാംകുമാറേയും ഹൈമോദിയെ പോലും ദിയ എത്ര കാലം പഠിച്ചുകൊണ്ടിരുന്നതാണ് എന്ന രീതിക്ക് എപ്പിസോഡിൽ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അത്രത്തോളം വലിയൊരു ട്വിസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ആ ഒരു സത്യം അറിഞ്ഞ പിന്നെ രാംകുമാറുടെയും ഹൈമോദിയുടെയൊക്കെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.